ഹലോ ഗൈസ്, നമ്മൾ ഈ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവ പ്രോഗ്രാമിങ്സിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ജാവ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം ജാവ കൺവെൻഷൻസ്, അതായത് ജാവ നെയിമിംഗ് കൺവെൻഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് എന്തിനാണ് ജാവ നെയിമിംഗ് കൺവെൻഷൻസ് എന്ന് അറിയാമോ? അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി, അതിപ്പോൾ നമ്മൾ 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആ കോഡ് എടുത്ത് നോക്കി. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നെയിമിംഗ് കൺവെൻഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ എഴുതിയ കോഡ് വേറെ ആരെങ്കിലുമാണ് എടുത്ത് നോക്കണമെങ്കിലും അവർക്കും ഈസി ആയിട്ട് മനസ്സിലാവാനാണ് നമ്മൾ നെയിമിംഗ് കൺവെൻഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ജാവയിൽ ഐഡൻറ്റിഫയേഴ്സ് നെയിം ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വേരിയബിൾസ് എങ്ങനെയാണ് നെയിം ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ നെയിം ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സ്, പിന്നെ നമ്പേഴ്സ്, പിന്നെ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അണ്ടർസ്കോറും യൂസ് ചെയ്യാറുണ്ട്. വേരിയബിൾസ് എങ്ങനെ നെയിം ചെയ്യണമെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. വേരിയബിൾസ് എങ്ങനെ നെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു വേർഡ് ഉള്ളെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ഐ അല്ലെങ്കിൽ ഇൻറ്റ് എ ബി സി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ, അതൊരു സിംഗിൾ വേർഡ് ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ മൾട്ടിപ്പിൾ വേർഡ് ഉണ്ടെങ്കിൽ, അതായത് 2 വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വേർഡ് ഫുൾ സ്മോൾ ലെറ്റർ എഴുതും, രണ്ടാമത്തെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതും. അതായത് നമ്മൾ ക്യാമൽ കേസ് ആണ് യൂസ് ചെയ്യുന്നത് വേരിയബിൾസ് നെയിം ചെയ്യാൻ. അതായത് നമ്മൾ ക്യാമൽ കേസ് വെച്ചാണ് വേരിയബിൾസ് നെയിം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ കാണാം ഇൻറ്റ് എ ബി സി ഈക്വൽ ടു 10. അതിൽ എ ബി സി എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ. അത് നമ്മളിപ്പോൾ ഒറ്റ വേർഡ് ആയതുകൊണ്ട് സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻറ്റ് നമ്പർ ഓഫ് പീപ്പിൾ. അതിൽ നമുക്കിവിടെ കാണാം നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ. അതിൽ നമ്മൾ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആയിരിക്കും. ആദ്യത്തെ വേർഡ് നമ്മൾ സ്മോൾ ലെറ്ററാണ് എഴുതിയേക്കണേ. സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് ഓ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററാണ്. അതുപോലെ തന്നെ തേർഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററാണ്. അതാണ് നമ്മുടെ ക്യാമൽ കേസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വേർഡ് ഫുൾ സ്മോൾ ലെറ്റർ, പിന്നെ വരുന്ന ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ. അതുപോലെ തന്നെ ഇവിടെ കാണാം ഹലോ വേൾഡ് എന്ന് പറയുന്നത് എച്ച് സ്മോൾ, അതായത് ഹലോ എന്ന് പറയുന്ന ഫുൾ വേർഡ് സ്മോൾ ലെറ്റർ. അതുപോലെ തന്നെ വേൾഡ് എന്ന് പറയുന്നതിൽ ഡബ്ല്യു മാത്രം ക്യാപിറ്റൽ ലെറ്റർ. അത് അങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫംഗ്ഷൻസും നെയിം ചെയ്യണത്. അതായത് ക്യാമൽ കേസ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഫംഗ്ഷൻസും നെയിം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതൊരൊറ്റ വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ സ്മോൾ ലെറ്ററിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ അതുപോലെ തന്നെ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണും. അതിൽ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നത് 2 വേർഡാണ്. ഗെറ്റ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ഡാറ്റ എന്ന് പറയുന്നത് ഒരു വേർഡാണ്. ഗെറ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഫുൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറയുന്ന സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് നെയിം ചെയ്യുന്നത് ജാവയിൽ. നമുക്കിനി ക്ലാസ് എങ്ങനെയാണ് നെയിം ചെയ്യണമെന്ന് നോക്കാം. ക്ലാസ് എങ്ങനെയാണ് നെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓരോ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ. ഇത് നമുക്കിവിടെ കാണാം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വേറെ ക്ലാസ് ഉണ്ട് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞത്. അതുപോലെ അതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ 2 വേർഡാണ് ഉള്ളത്. അപ്പോൾ 2 വേർഡിലെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ വരുന്ന അതാണ് കോൺസ്റ്റൻസ്. എങ്ങനെയാണ് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റൻസ് നെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. അതായത് എല്ലാ ലെറ്റേഴ്സും ക്യാപ്സ് ലോക്ക് ഓണാക്കിയാണ് നമ്മൾ നെയിം ചെയ്യണത്. അതുപോലെ തന്നെ ഇപ്പോൾ 2-3 വേർഡ് ഉണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ വേർഡ് ഉണ്ടെങ്കിൽ ഓരോ വേർഡും സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് നെയിം ചെയ്യുന്നത് ജാവയിൽ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാവ നെയിമിംഗ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്.